ഒരു തനിനാടൻ പോത്തിറച്ചിക്കറി ഉണ്ടാക്കിയാലോ? 2 കിലോ പോത്തിറച്ചിക്ക് നമുക്ക് കറി തയ്യാറാക്കാം. ഇത് അമ്മയുണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി മൂപ്പിച്ചെടുത്തു. തേങ്ങ കനം കുറച്ച് അല്പം നീളത്തിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ കൊത്ത് എണ്ണയിൽ ചെറുതായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. 1 പിടി കുഞ്ഞുള്ളിയും 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞതും 3-4 പച്ചമുളകും കൂടി തേങ്ങാക്കൊത്തിനൊപ്പം ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടാനായി കുറച്ച് ഉപ്പ് ചേർത്താലും മതി. ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പില വീട്ടിലെ തന്നെയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്നുകൂടി മൂക്കട്ടെ. കുറച്ചു നേരം കൂടി എണ്ണയിൽ വഴറ്റി കൊടുക്കാം. പരുവത്തിന് ഉള്ളി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 4 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉള്ളിക്കൊപ്പം പൊടികളും നന്നായി മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായി മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികൾ മൂത്ത് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫ് നമുക്ക് കുക്കറിൽ നിന്ന് നേരെ ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. പോത്തിറച്ചിയും മസാലക്കൂട്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പോത്തിറച്ചിയുടെ ചാറ് നന്നായി കുറുകി വരട്ടെ. കറി തിളച്ച് ചാറ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളിയും 1 പിടി കശുവണ്ടിയും ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഇനി ഗരം മസാല കൂടി ചേർത്താൽ കറി റെഡിയായി. കറുവപ്പട്ടയും ഏലവും ഗ്രാമ്പുവും ഒക്കെ ഉപയോഗിച്ച് അമ്മ തയ്യാറാക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ട്. 1 സ്പൂൺ മസാല ഇറച്ചിക്ക് മീതെ ഇട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ചു. ചാറ് കുറുകി നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല തനി നാടൻ പോത്തിറച്ചിക്കറി.